നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും. ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം. ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം. ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ EMI ഫെസ്റ്റിലൂടെ മാസം വെറും 1100 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ 0 ഡൗൺ പേയ്മെന്റിലൂടെ. കൂടാതെ 10% മുതൽ 50% വരെ ഓഫറും. കണ്ടീഷൻ സപ്ലൈ. ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ആഘോഷത്തിനിടയിലെ ഓഫറല്ല, ആഘോഷമാക്കേണ്ട ഓഫർ. ഭിന്നശേഷിക്കാരുടെ സമഗ്രവും ശാസ്ത്രീയവുമായ വിവരശേഖരണത്തിനായി മലപ്പുറം ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സഹജീവനം സമഗ്ര ഭിന്നശേഷി സെൻസസിന്റെ പൈലറ്റ് സർവേ വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ വിജയകരമായി പൂർത്തിയായി. ഭിന്നശേഷിക്കാരുടെ വീടുകൾ ജിയോ ടാഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തി വിവിധ ഭാഗങ്ങളിലായി വിവരങ്ങൾ ശേഖരിച്ചാണ് പൈലറ്റ് സർവേ പൂർത്തിയാക്കിയത്. ഭരണകൂടവും ജനകീയ കൂട്ടായ്മയും കൈകോർത്തു. ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും നേതൃത്വത്തിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS വോളണ്ടിയർമാർ, KSSM വയോമിത്രം പ്രവർത്തകർ എന്നിവർ ഏകോപനത്തോടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും ഭിന്നശേഷിക്കാരെ വിവിധ വിഭാഗങ്ങളായി ക്രമീകരിച്ച് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. തുടർന്ന് വാർഡ് മെമ്പർമാർ, ആശാപ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ NSS വോളണ്ടിയർമാരുടെ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് വീടുകളിലെത്തി നേരിട്ട് വിവരശേഖരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി ഭിന്നശേഷിക്കാരുടെ വീടുകളിലെത്തി നേരിട്ട് വിവരശേഖരണം നടത്തിയാണ് പൈലറ്റ് സർവേക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു, വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ ജലീൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബ്ന ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മജീദ് വള്ളിക്കാടൻ, KSSM ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ അസീസ്, പറമ്പിൽ ഖാദർ, രാധാകൃഷ്ണൻ മാഷ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സർവേ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഏകോപിപ്പിക്കുന്നതിനും ഫീൽഡിൽ നിന്നുള്ള സംശയങ്ങൾക്കും സാങ്കേതിക പ്രയാസങ്ങൾക്കും തത്സമയം പരിഹാരം കണ്ടെത്തുന്നതിനുമായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മുറിയിൽ പ്രത്യേക കൺട്രോൾ റൂമും വാർഡ് അടിസ്ഥാനത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിരുന്നു. ജില്ലയിലെ KSSM വയോമിത്രം കോർഡിനേറ്റർമാർ ഹെൽപ്പ് ഡെസ്കുകൾക്ക് നേതൃത്വം നൽകി. ഇതിലൂടെ ഫീൽഡ് ടീമുകൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും നിർദ്ദേശങ്ങളും ഉടൻ ലഭ്യമാക്കാൻ സാധിച്ചു. ഭിന്നശേഷിക്കാരുടെ വീടുകളുടെ ജിയോ ടാഗിംഗ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ജില്ലയിൽ ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കേണ്ട ക്ഷേമ പദ്ധതികളും പുനരധിവാസ പ്രവർത്തനങ്ങളും കൂടുതൽ കൃത്യതയോടെ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ആവശ്യമായ സേവനങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനും നിലവിലുള്ള സേവനങ്ങളുടെ വിടവുകൾ കണ്ടെത്തുന്നതിനും ഭാവിയിലെ പദ്ധതികൾ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്യുന്നതിനും സഹജീവനം ഡിജിറ്റൽ ഡാറ്റാബേസ് സഹായകരമാകും. വാർഡ് മെമ്പർമാർ മുതൽ അങ്കണവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, NSS വോളണ്ടിയർമാർ, KSSM വയോമിത്രം പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ കൂട്ടായ പരിശ്രമവും മികച്ച ഏകോപനവുമാണ് സഹജീവനം പൈലറ്റ് സർവേയുടെ വിജയത്തിന് പിന്നിൽ. വേങ്ങരയിൽ വിജയകരമായി പരീക്ഷിച്ച മാതൃക ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പിലാക്കി ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമഗ്ര വിവരശേഖരണം നടത്തുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ വികസന കമ്മീഷണർ കൂടിയായ തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര പോപ്പുലർ ന്യൂസ് വേങ്ങര